Hey all, this is Mer here, your coach, your mentor, your trainer in trading. ഇന്ന് നിഫ്റ്റി ബാങ്ക് ഫിൻനിഫ്റ്റി പുതിയൊരു ഓൾ ടൈം ഹൈ ജനറേറ്റ് ചെയ്തിട്ട് ഹ്യൂജ് റാലിയാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് നിഫ്റ്റി ബാങ്കിൻ്റെ എക്സ്പയറി ആയിരുന്നു. ബട്ട് എന്നാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ ഒരു മൊമെന്റ് തന്നു. ഈവൻ ഫിൻനിഫ്റ്റിയിലാണെങ്കിലും ഇത് തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. 23,000 ഞാൻ ഇന്ന് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ബട്ട് അതും കഴിഞ്ഞ് 23,100, 200 റേഞ്ചിലേക്ക് ഫിൻനിഫ്റ്റി പോയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ് എനിക്ക് തോന്നിയത്, ഈ ഒരു റാലി നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇന്ന് ലൈവ്, അതായത് ഇന്നത്തെ ലൈവ് നമ്മൾ എല്ലാ ദിവസവും യൂട്യൂബിൽ ലൈവ് പോകുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ 11 മണി വരെ നമ്മൾ എല്ലാ ദിവസവും ലൈവ് പോകുന്നുണ്ട്. സോ ഈ ലൈവ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ എങ്ങനെയാണ് ഈ ട്രേഡ്സ് എല്ലാം ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലൈവായിട്ട് കാണാൻ കഴിയും. ഓഫ് മാർക്കറ്റ് ഇരുന്നിട്ട് മാർക്കറ്റ് ഇവിടെ ഇവിടം വരെ പോയിട്ടുണ്ടായിരുന്നു എന്നല്ല നമ്മൾ പറയുന്നത്. ലൈവ് മാർക്കറ്റിൽ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യുകയാണ്, ഒരുമിച്ചിരുന്ന് ഏൺ ചെയ്യുകയും കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് എല്ലാം നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിലോട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അവിടെ വന്ന് ഇത് എടുക്കാനും സാധിക്കുന്നതായിരിക്കും. റൈറ്റ്. സോ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഇന്ന് എങ്ങനെയായിരുന്നു മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. അതിനനുസരിച്ച് നാളെ നമ്മൾ ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കണം. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. എന്നാലും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത്. സോ ഇത് നമ്മുടെ ഈ ഒരു പ്രീമിയം ഗ്രൂപ്പാണ്, അതായത് അലേർട്ട് കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ നമ്മൾ എടുക്കുന്ന ട്രേഡ്സിനെ എല്ലാം തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഡെയിലി ആൻഡ് ഓൺ ടൈം അപ്ഡേറ്റ്സ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിവിടെ രാവിലെ ആദ്യമേ നിഫ്റ്റിയിൽ ഒരു എൻട്രി എടുത്തു. ദെൻ അതുപോലെ തന്നെ സെയിം നിഫ്റ്റി, ദെൻ ഫിൻനിഫ്റ്റിയിൽ എൻട്രി എടുത്തു. ഫിൻനിഫ്റ്റി ഈ ഒരു എൻട്രി ഉണ്ടല്ലോ 165 നിന്ന് പോയത് ഐ തിങ്ക് ഓൾമോസ്റ്റ് 400 മുകളിൽ പോയിട്ടുണ്ടായിരുന്നു. 400 മുകളിൽ, അതായത് 200-300 പോയിന്റ്സ് ആണ് പ്രീമിയത്തിൽ ക്യാച്ച് ചെയ്തത്. പ്രീമിയത്തിലുണ്ടായ റാലിയാണ്. അതായത് ഇന്ന് ആ ഒരു ഫിൻനിഫ്റ്റി മാത്രം പിടിച്ചു നിന്നിട്ടുള്ളവര് വേറെ ഒന്നും വേണ്ട, മന്ത്ലി ടാർഗറ്റ് ഒക്കെ സുഖമായിട്ട് ഈ ഒരു ഒറ്റ ട്രേഡിൽ തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മിഡ് ക്യാപ്പ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിരുന്നു അവിടെ ഹോൾഡ് ആയിട്ടുണ്ടായിരുന്നത്. ദെൻ ഫെഡറൽ ബാങ്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഫെഡറൽ ബാങ്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 11 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഫിൻനിഫ്റ്റിയിൽ അടുത്തൊരു എൻട്രി കൂടെ വന്നു. റീ എൻട്രി ചെയ്യാനായിട്ട് സാധിച്ചു. അതായത് രാവിലെ എൻട്രി ചെയ്യാൻ പറ്റാതിരുന്നവർക്ക് നമ്മളൊരു 11:45 ആയപ്പോഴത്തേക്ക് അടുത്തൊരു എൻട്രി വന്നു. ഇത് ടാർഗറ്റ് 3 എന്ന് പറയുന്നത് 240 ആയിരുന്നു, അതായത് 100 പോയിന്റ്സ് പ്ലസ്. ബട്ട് ഇത് ഓൾമോസ്റ്റ് 300-380 പ്ലസ്, ഇതും 400 പ്ലസ് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതെല്ലാം. ഇത് ഈ ഒരു റേഞ്ചിൽ പോയിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് ഓപ്ഷൻ ആയിട്ട് നമ്മൾ ഇൻഫോസിസ് വന്നിട്ടുണ്ടായിരുന്നു, അതും നമുക്ക് പ്രോഫിറ്റിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് തന്നത് ഇത് 300 അല്ല 600 പ്ലസ് അങ്ങോട്ട് സംതിങ് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് നമ്മൾ നേരത്തെ ഇറങ്ങിയവരുണ്ട്, ഇറങ്ങാതെ ഹോൾഡ് ചെയ്ത് നിന്നവരും ഉണ്ട്. സോ ഒരു എൻട്രി എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ എൻട്രി, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ഇതെല്ലാം നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇന്ന് നമ്മളുടെ പ്രൈസ് ആക്ഷൻ്റെ കോഴ്സ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് വൈകുന്നേരം 9 മണി മുതൽ 11 മണി വരെ, ആഴ്ചയിൽ 3 ദിവസം, തിങ്കൾ ബുധൻ വെള്ളി രാത്രി 9 മണി മുതൽ 11 മണി വരെയാണ് നമ്മുടെ സെഷൻസ് ഉള്ളത്. ഇൻ കേസ് നിങ്ങൾ ഈ സെഷൻ മിസ്സായി പോവുകയാണെങ്കിൽ ഇതിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ രീതിയിലാണ് നമ്മുടെ പ്രൈസ് ആക്ഷൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ആകുന്നത്. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് സെഷനിലോട്ട് ഡയറക്റ്റ് ഒന്ന് ജമ്പ് ചെയ്യാം. പോസ്റ്റ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ നമ്മൾ ഈ ഒരു റേഞ്ചിൽ ഇത് മാർക്കറ്റ് ഈ ഒരു സെർട്ടൻ റേഞ്ച് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരു ട്രേഡ് എടുക്കാൻ പറ്റുമെന്ന എക്സ്പെക്ടേഷൻ നമ്മൾ എടുത്തു. ബട്ട് അത് റൺ ആയില്ല. പോസിറ്റീവ് കോറിലേഷനെ ബേസ് എടുത്ത് ഇവിടെ വെച്ച് നമുക്കത് SL ഹിറ്റ് ചെയ്യുകയും ബട്ട് തിരിച്ച് വന്ന് ഈ ഒരു റേഞ്ചിൽ നിന്ന് നമ്മൾ എൻട്രി എടുത്തു. പുതിയൊരു ഓൾ ടൈം ഹൈ ജനറേറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് ലൈക്ക് 3 ടാർഗറ്റ്സ് ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. സ്മൂത്ത് ആയിട്ട് നല്ല പ്രോഫിറ്റ് തന്നെ നിഫ്റ്റി നമുക്ക് ലാസ്റ്റ് ഇറങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ നമ്മളുടെ ഇന്നത്തെ ഹീറോ എന്ന് പറയുന്നത് ബാങ്കും ഫിൻനിഫ്റ്റിയും തന്നെയായിരുന്നു. ബാങ്ക് ഓൾമോസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ആയി ഈ ഒരു റേഞ്ചിൽ തന്നെ ഇത് സസ്റ്റെയിൻ ചെയ്ത് നിന്ന് നല്ലൊരു റാലി വന്നു. ഈ ഒരു റാലി നമുക്ക് അയച്ചാൻ പറ്റി. ഇവിടെ വെച്ച് ഞങ്ങൾ കുറേ അധികം നേരം ലൈവ് നിങ്ങൾ ആ ഒരു ടൈമിൽ നോക്കിയാൽ കാണാൻ കഴിയും. 1 മണി 1:30 ഗ്യാപ്പിൽ ലൈവ് പോയി നോക്കുക. തിരിച്ച് എല്ലാ ദിവസവും ലൈവ് വന്നത് അത് ഓട്ടോമാറ്റിക്കലി തന്നെ യൂട്യൂബിൽ ലൈവ് സെഷനിൽ കിടപ്പുണ്ട്. അവിടെ പോയി ഒന്ന് ചെക്ക് ചെയ്ത് കാണാം. ഈ ഒരു ടൈം നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു, ക്രൂഷ്യൽ ആയിരുന്നു. ബട്ട് അത് കഴിഞ്ഞിട്ട് ഈ ഒരു റാലി കണ്ടല്ലോ, ഹ്യൂജ് മൂവ്മെന്റ് ആയിരുന്നു അവിടെ ഫോം ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫിൻനിഫ്റ്റിയിലും നമുക്ക് സെയിം മൂവ്മെന്റ് കാണാനായിട്ട് സാധിച്ചു. ഫിൻനിഫ്റ്റിയിൽ ഈ മൂവ്മെന്റ് സ്മൂത്ത് ആയിട്ട് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സ്മൂത്ത് ആയിട്ട് നമുക്കിത് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. നോർമലി യൂസ് ചെയ്ത നമ്മുടെ മൊമെന്റം ട്രെയിനാണ്, മൊമെന്റം സെറ്റപ്പ് തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് നാളെ മാർക്കറ്റ് എങ്ങനെയാ നോക്കാം. ഇതിനോടൊപ്പം തന്നെ ഫെഡറൽ ബാങ്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലേ, കുറച്ച് നാളായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഞാൻ അറൗണ്ട് ഒരു 1 lakh rupees പ്രോഫിറ്റിലാണ് ഫെഡറൽ ബാങ്ക് ഇപ്പോൾ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഇനിയിപ്പം നമ്മൾ സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ ട്രെയിൽ ചെയ്ത് ഒരു 173.5 ആക്കിയിട്ട് നാളെ 177, അതായത് ഇന്നത്തെ ഹൈക്ക് മുകളിൽ ഫെഡറൽ ബാങ്ക് നാളെ വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെന്റ് കിട്ടും. ലെറ്റ്സ് സേ ഫെഡറൽ ബാങ്ക് നമ്മൾ ബൈ ചെയ്തത് ഓൾമോസ്റ്റ് പ്രീമിയം 4-ലാണ്. ഇപ്പം നിൽക്കുന്നത് അറൗണ്ട് 6 സംതിങ് ആണ് നിൽക്കുന്നത്. നമുക്കിത് ഓൾമോസ്റ്റ് ഒരു
7.5-10 വരെ നമുക്ക് മൊമെന്റം കിട്ടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തോടും കൂടെ ഇരിക്കുകയാണ്. നമുക്ക് നോക്കി നോക്കാം ഇത് ഏത് രീതിയിൽ ഇനി റെസ്പോണ്ട് ചെയ്യും എന്നുള്ളത്. നമുക്ക് നേരെ നോക്കി നോക്കാം നാളെ നമ്മൾ നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. വേറെ ഒന്നുമില്ല, ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ നല്ലൊരു സൈഡ് വൈസ് റേഞ്ചിലാണ് മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നത്. സോ ഇൻ ദാറ്റ് കേസ് എപ്പോഴാണോ ഇന്നത്തെ ഹൈക്ക്, അതായത് ഈ ഒരു സോൺ കണ്ടോ 23,630ക്ക് മുകളിൽ എപ്പോഴാണോ മാർക്കറ്റ് വരുന്നത് അതുവരെ നമ്മൾ ഒന്നും തന്നെ ചെയ്യത്തില്ല. ട്രേഡ് എടുക്കുന്ന പോലെ തന്നെ ട്രേഡ് എടുക്കാതിരിക്കുന്നതും ഒരു സ്ട്രാറ്റജിയാണ്, ഒരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ആ ഒരു ബുള്ളിഷ് വരാൻ 23,630 വരെ വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ നിഫ്റ്റിയിൽ. അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് ലോസി ഓൾ ടൈം ഹൈയിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. പ്രൈസ് ആക്ഷൻ്റെ കോഴ്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ആഴ്ചയിൽ 3 ദിവസം ഒരു 3 to 4 വീക്ക് സെഷൻസ് ആയിരിക്കും. അറ്റൻഡ് ചെയ്യുക. 110% റീഫണ്ടോട് കൂടി തന്നെ ആയിരിക്കും. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നേരെ ഡയറക്റ്റ്ലി ജോയിൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ടീമിനെ കോൺടാക്റ്റും കൂടെ ചെയ്യാവുന്നതായിരിക്കും. ദെൻ അബൌട്ട് നിഫ്റ്റി ബാങ്ക്, ഇന്ന് മാർക്കറ്റ് ഒരു ഹൈ ജനറേറ്റ് ചെയ്ത് ലോ ഫോം ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഇതിനനുസരിച്ച് തന്നെ ഈ ഒരു സെർട്ടൻ ലെവൽ ഹൈ ബെറ്റർ ഓൾ ടൈം ഹൈ തന്നെ ബ്രേക്ക് ചെയ്യുന്നതാണ്. ബട്ട് എന്നാൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 51,884 മുകളിൽ നമുക്ക് ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ എടുത്തു, ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഈ ഒരു ഫോൾ വന്നു, പിന്നെ അത് ഒറ്റൊരു പുഷ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എനിവേ ദാറ്റ്സ് ഗ്രേറ്റ്. ബട്ട് എന്നാൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളിഷ് വ്യൂ, അല്ലാത്ത പക്ഷം നമ്മൾ നോൺ ട്രേഡിംഗ് സോണിൽ നിൽക്കുന്നു. ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്തോളുക, നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് നാളെ എന്നുള്ളൊരു കാര്യം കൂടെ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനോടൊപ്പം നമ്മൾ ഫിൻ നിഫ്റ്റിയും കൂടെ ആഡ് ചെയ്യുകയാണ്. സിയോ ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ കൊണ്ട് വെക്കുക, അതായത് പ്രീവിയസ്ലി പോലെ തന്നെ നിഫ്റ്റി ബാങ്ക് പോലെ തന്നെ നമ്മൾ ഇതിന് മുകളിൽ കൊണ്ട് ട്രേഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ബെയറിഷ് വ്യൂ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ എന്തായാലും ബെയറിഷ് വ്യൂ ഇല്ല. കോഷ്യസ് ആയിട്ട് ഇരിക്കേണ്ട ദിവസമാണ്. തേഴ്സ്ഡേ ആണ്, എക്സ്പയറി ഡേ ആണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 999 rupees മാത്രമാണ് ഒരു മാസത്തേക്ക്. താഴെ ലിങ്ക് ഉണ്ട്, ഓടിപ്പോയി ജോയിൻ ചെയ്തോളുക. അതിനകത്ത് നമ്മളെടുക്കുന്ന ട്രേഡ്സുകളെല്ലാം തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം എല്ലാ വ്യാഴാഴ്ചയും ഒരു 1 to 2 hour ഒരു Q&A സെഷൻ ഉണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പറയാനും നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടല്ലോ, എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ചോദിച്ച് അത് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു സെഷൻ കൂടെ ഉണ്ട്. അതിനോടൊപ്പം കുറച്ചധികം ബോണസ് സെഷൻസ് എല്ലാം തന്നെ വരുന്നതായിരിക്കും. സോ ജോയിൻ ചെയ്യേണ്ട ഓടിപ്പോയി ജോയിൻ ചെയ്യുക. ജസ്റ്റ് 999 rupees മാത്രമാണ് ഒരു മാസത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇത്രയും മാത്രമേ ഉള്ളൂ. ഈ ഒരു സെർട്ടൻ ലെവലിന് മുകളിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് നാളെ ട്രേഡ് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റി മാത്രമാണ് നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് സ്റ്റോക്കുകളുണ്ട്, ഇത് നമ്മൾ പ്രീമിയം ഗ്രൂപ്പ് ഷെയർ ചെയ്യുന്നുണ്ട്. അതല്ലാതെ നമ്മൾ പോസിബിൾ ഇന്നത്തേക്ക് മാത്രം പോസിബിൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാം. അല്ലാത്ത ദിവസം എല്ലാ ദിവസവും നമ്മുടെ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റിൽ 2-3 സ്റ്റോക്ക് കൂടെ നമ്മൾ തരുന്നതാണ്. ബട്ട് എന്നാൽ ഇന്ന് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു. ദിസ് ഇസ് എ റിയാലിറ്റി. ഓക്കെ, അനലൈസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു. ടേക്സ് ടൈം. ബൈ 9 PM നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിനി നാളെ രാവിലെ 9 മണിയാകുമ്പോൾ ലൈവിൽ കാണാവുന്നതാണ്. ദാറ്റ്സ് ഇറ്റ്.